ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്കൊരു കുന്തോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിവ്യൂ ഇടണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ ഇന്നും അതേ സെയിം സാധനം കൊടുത്തിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുതെന്ന് മാത്രമേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ. കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിടരുത്. ഞങ്ങൾ വെറുതെ അങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കണം കാണാനല്ല ബിഗ് ബോസ് സീസൺ. അതും 24/7 ഞങ്ങൾ മെനക്കെട്ടിരുന്ന് കാണുകയാണ്. എന്തെങ്കിലുമൊക്കെ നല്ലത് ഒന്നുമില്ല. ഇവരെ വിചാരം എന്താ പറയുക, കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലുകൂടുക, അവനെ എടുത്തിട്ട് അടിക്കുക, ഇവനെ എടുത്തിട്ട് അടിക്കുക, കുറേ വർത്തമാനം പറയുക, തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക, ഇതൊക്കെയാണെന്നാണ്. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നടന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ ഫുൾ ഡേ ഞാൻ കാണാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വഴക്ക് തന്നെ. ഞാൻ പറയുന്നില്ല, ആ സോഷ്യൽ നമ്മുടെ ലൈഫിലും നമ്മൾ കുറേയൊക്കെ ഇതുപോലുള്ള ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്ന് ഹൈഡായി നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിത് പണി കിട്ടും. നമുക്ക് സ്വസ്ഥത വേണ്ടേ ചേട്ടാ. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇത് തന്നെ വഴക്ക്. രാവിലെ എഴുന്നേറ്റ വഴക്ക്, രാവിലെ നോക്കുക ജിഷയിൽ ആര്യൻ്റെ കൂടെ വഴക്ക് കൂടി, അത് കഴിഞ്ഞാൽ ജിഷിൻ്റെ കൂടെ അടി കൂടുന്നതാണ്, പിന്നെ അനുവിൻ്റെ കൂടെ അടി കൂടുന്നതാണ്. അനുവും ആര്യനും ഒരു കാരണവശാൽ യോജിച്ച് പോകുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര ലഹളയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ ഇട്ട് കുത്തുന്നുമുണ്ട്. അതിനി പ്രണയം കൊണ്ടാണോ അല്ല വേറെന്തെങ്കിലും കൊണ്ടാണോ അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, അത്രയും കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. അവിടെ കുറച്ച് വൈകാരികമായ കാര്യങ്ങൾ എടുക്കുന്ന ഷാനവാസാണ്. ഇപ്പോൾ ഷാനവാസ്, അനീഷ് ഇവരൊക്കെ കുറച്ചുകൂടെയൊക്കെ പക്വതയോടുകൂടി പെരുമാറുന്നവരാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരുടെ പക്വത പാടെ നശിച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്വതയില്ലെന്ന് മാത്രമല്ല, അനീഷ് കാണിച്ച ഒരു തോന്നിവാസം എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് അനുമോൾ സൂപ്പർ. ആക്ച്വലി അനുമോൾ ഒന്ന് ആക്റ്റീവായി എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക് കൊണ്ടുള്ള പ്രയോജനം. നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും, നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എങ്കിലും ബിഗ് ബോസിന് കാര്യം മനസ്സിലായില്ല, അത് മതി. പക്ഷേ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ നല്ല 1ാം ക്ലാസ് അഹങ്കാരികളാണ്. അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് അതുപോലും കൊടുക്കുന്നില്ല. അമ്മാതിരി അഹങ്കാരം പിടിച്ച കുറേ എണ്ണമാണ് അതിനകത്ത് കിടക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ബിഗ് ബോസിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്കും കൂടെ മനസ്സിലാവുന്ന സാധനം കൊണ്ടുവന്ന് ഇടണം കേട്ടോ. ഇതിനകത്ത് ആകെ മൊത്തം മനസ്സിലായെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി അല്ല 2 കമ്പനി, ഓക്കെ, ഈ കമ്പനി നടത്തുന്ന ഓണർ, പിന്നെ കുറേ വർക്കേഴ്സ്, കമ്പനിക്ക് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾക്ക് അടി കൂടുക, ആ പാത്രങ്ങൾക്കേക്ക് ഈ പ്രോഡക്റ്റ് നിറച്ചിട്ട് ഇൻസ്പെക്ഷന് കൊണ്ട് കൊടുക്കുക, ഇൻസ്പെക്ഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇൻസ്പെക്ടർ റിജക്റ്റ് ചെയ്യുന്നതിന് 2 പേരുണ്ട്, അവർക്ക് 2 പേർക്കും സ്വരച്ചേർച്ച ഉണ്ടാവുന്നില്ല, അവർ തമ്മിൽ തല്ലുന്നു, അവസാനം ഇതെല്ലാം കുളമാകുന്നു, ഈ ടാസ്ക് റദ്ദ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. ഇതിനകത്ത് എന്ത് റിവ്യൂ ആണ് ഞങ്ങൾ പറയണേ? കണ്ടോണ്ടിരിക്കുക എന്നല്ലാതെ കലിയല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഒരു കാര്യമുണ്ട്, ഫുൾ 24/7 കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, സോറി. അത് കണ്ടോണ്ടിരുന്നാൽ വട്ട് പിടിക്കും. വഴക്കല്ലാതെ വേറെ ഒന്നും ഇല്ലാന്ന്. ഒരു ടാസ്ക് കൊടുത്താൽ മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുസ്തി പിടിക്കുന്ന കുറേ വാഴകളെടുത്ത് എന്തെന്ന് പറയാനാണെന്ന്. അതുമല്ല, അനീഷ് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് എല്ലാം കൂടെ വാരിയിട്ട് അങ്ങോട്ട് തല്ലി ഉടക്കുകയാണ്. ഈ പെർഫോമൻസ് കണ്ടിട്ട് അനീഷിന് പെട്ടെന്നൊരു മാറ്റം. ഇപ്പോൾ അനീഷ് അങ്ങനെ ഉൾപുളിഗതിരായിട്ട് കുറേ പേര് അങ്ങനെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തോ അനീഷ് ആരിപ്പോ? അയാളൊരു സാധു മനുഷ്യൻ, സാധു മിരാണ്ടിയായിട്ട് നടക്കുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കൂടെ വാരി എറിയണ കാണുമ്പോൾ എന്തോ തോന്നിയാ? അതിലെന്തായിരിക്കുന്നത്? നമ്മളൊരു വിഷയം അവതരിപ്പിക്കുകയാണ്, ആ വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് എതിരഭിപ്രായം ഉണ്ടാകുന്നു. ആ എതിരഭിപ്രായത്തെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ആ എതിരഭിപ്രായം ആളുകൾക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇതിനെ എതിർക്കുന്നവരെ എല്ലാം ശക്തമായി എതിർത്തുകൊണ്ട് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, നിലപാടുള്ളവൻ, അത്തരത്തിലൊരാളാണെങ്കിൽ നമുക്ക് കുറച്ച് അട്രാക്ഷൻ തോന്നും. അനീഷ് അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അല്ലാണ്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു, ടാസ്കിൽ അയാൾ സക്സസ് ആവുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാം കൂടെ വാരിയിട്ട് പൊട്ടിക്കുന്നു, വളരെ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തത് ലോൺ എടുത്തിട്ടുണ്ട്, കടമുണ്ട്, ഞാനെങ്ങനെ എൻ്റെ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കും, ഇതൊക്കെയാണോ ഇൻസ്പെക്ഷൻ വരുന്നവരടുത്ത് പറയണത്? അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ടാസ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിച്ചത് അനുമോൾ മാത്രമാണ്. ജിഷിൻ പോലും ഒരു കോംപ്രമൈസ് ടോണിലാണ് സംസാരിച്ചിട്ടുള്ളത്. അനുമോൾ മാത്രമാണെന്ന് തോന്നുന്നു അതിനകത്തൊരു പെർഫെക്റ്റ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും, ഒരു ഇങ്ങനെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്തുന്ന, പ്രത്യേകിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ക്ലിയർ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് അനുമോൾ കൊടുത്തതെന്ന് ഞാൻ പറയും. ബാക്കിയെല്ലാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഒന്നുകിൽ എല്ലാവരുടെയും കൂടെ മൈക്ക് ഒന്നിച്ച് പ്ലേ ചെയ്യാതിരിക്കാം. ഇത് ഭയങ്കര നോയിസിയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കണ്ടോണ്ടിരിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാടുപോക്കി പോവുകയാണ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് തിങ്, എപ്പിസോഡ് കാണുമ്പോൾ എപ്പിസോഡിൽ സെയിം തിങ് തന്നെയാണ്. ഇവരെന്താ പറഞ്ഞതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഓറഞ്ച് ഫാക്ടറി, പിന്നെ നാരങ്ങ ഫാക്ടറി,
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അലവലാതി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ആ അലവലാതിയെ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ആരെന്നറിയണ്ടേ? നിവിൻ. സത്യത്തിൽ അവൻ ഒരു വേസ്റ്റാണ്, അട്ടർ വേസ്റ്റ്. അവൻ അവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ് നല്ലത്. അവൻ മെനിങ്ങാമത്തെ ഇതിനകത്ത് അവൻ കാണിക്കുന്നുണ്ട്, കത്തിയിട്ട് മൂർച്ച കൂട്ടുകയാണ്, എന്നിട്ട് ഷാനവാസിനെ കുത്തു എന്നൊക്കെ പറയുന്നത്. ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ അതിനകത്തുള്ളൊരു കണ്ടസ്റ്റന്റിനെ കത്തിയെടുത്ത് കുത്തുമെന്ന് ഒഫെൻസീവായി പറയുന്ന ഒരു വ്യക്തിയെ വീണ്ടും അവിടെ വെച്ചു പുലർത്തണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ടത് ബിഗ് ബോസ് ആണ്. അവൻ വെറും മോശപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ നിവിൻ എന്ന് പറയുന്ന ആൾ. അപ്പം മൊത്തത്തിൽ അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വഴക്ക്, എന്താ പ്രശ്നം ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്നും അതിൻ്റെ ഒരു തുടർക്കഥ മാത്രമാണ് അവിടെ നടക്കുന്നത്. അവനെ ഇത് ചെയ്യുന്നു, ഇവനെ ചെയ്യുന്നു, ആകെ മൊത്തം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. സത്യമായിട്ടും ബിക്കോസ് ആണ് എനിക്കൊരു വസ്തു മനസ്സിലാകുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആവും. ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഇപ്പോൾ ലൈവ് സെഷനിൽ നടക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. എല്ലാത്തിനെയും പിടിച്ച് വട്ടമേശയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ കാര്യം പറയുന്നുണ്ട്, ആര്? ബിഗ് ബോസ്. അങ്ങേരെ അവിടെ ഒരു ഭാഗത്ത് വർത്തമാനം പറയുന്നത്, ഇവിടെ ഒരു ഭാഗത്ത് എല്ലാം കൂടെ കുതിയുന്നുണയും പറയുന്നു. ഇത്രയും ലോ ലെവൽ ടീമുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. നിങ്ങൾ അവരുടെ അടുത്ത് ശക്തമായി പറയേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലുള്ള ആ പാളീച്ചകൾ അത് തന്നെ, ആ സംഗതിയിലാണ് സത്യം പറഞ്ഞാൽ ഇവറ്റോട് ഇങ്ങനെ കടന്ന് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് പോലും ഒരു റെസ്പെക്ട് ചെയ്തില്ല. ഒരു ലോകത്ത് ആർക്ക് റെസ്പെക്ട് കൊടുക്കും? മോഹൻലാലെ, നീ സൂക്ഷിച്ചോ. ഇനി ചെന്ന് യുവമാരുടെ അടുത്ത് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കരുത്. കാരണം പ്രശ്നമാണ്. ഇവറ്റകൾക്ക് ആരെയും ഒരു മര്യാദയില്ല. ഒന്ന് കൊല്ലാന്ന്. അതും ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്ത് ഗതികേടാണെന്ന് ഓർത്ത് നോക്കിയാൽ സത്യം. മുമ്പത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര പേടിക്കും. ഈ ബിഗ് ബോസിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ മിണ്ടാതാവും അവർ ഭയന്നിട്ട്. ഇതുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ക്യാമറയൊക്കെ അവരെപ്പോഴേ മറന്ന്, അവിടെ ക്യാമറ ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. എല്ലാം കണക്കാ. അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു, അങ്ങോട്ട് കുത്തുന്നു, ഇങ്ങോട്ട് കുത്തുന്നു, കുത്തി തിരിപ്പും ബഹളവും തന്നെ, ഒരു രക്ഷയില്ല. പലർക്കും ഈ ഡുവൽ ഫേസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ടാസ്ക് സൂപ്പറായിരുന്നു. അനുവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പൊസിഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അവർക്ക് ടാസ്ക് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്രാമത്തെ ടാസ്ക്കാണ് അവർക്ക് കാര്യം മനസ്സിലാവാതെ അവർ കളിക്കുന്നത്. സോ ഒരു എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എന്താണ് ടാസ്ക് എന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചാൽ കൊള്ളാം. ഇത് പൊട്ടംകളി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വലിയ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് സത്യമായിട്ടും ഭയങ്കര അനോയിങ് ആൻഡ് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ഇതാണ് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നണ്ടേ, അതില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കിൽ പെണ്ണുങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ കൂത്ത് കണ്ടാൽ അത് പിന്നെ ഒട്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നത്തില്ല. എന്തൊക്കെയോ നടക്കുന്നു, എന്തോ. എന്തായാലും കൊള്ളാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും ലൈവ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അടിയാണെങ്കിൽ അപ്പോഴേ സ്കിപ്പ് ചെയ്യും കേട്ടോ. ഈ അടി കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏത് നേരവും ഇങ്ങനെ കാരാടുന്ന, എപ്പോഴും കിടന്ന് വഴക്കുണ്ടാക്കുന്ന സീൻ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വന്നെന്നറിയും. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതലുള്ള ഷണ്ടയാണെങ്കിൽ ബിഗ് ബോസ് ഞങ്ങൾ ഇതൊന്നും കാണുന്ന തന്നെ അങ്ങ് നിർത്തും. അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഒരുപാട് റേറ്റിംഗ് കുറയുന്നുണ്ട്. അത് ഈ തല്ലുകൂടൽ കൊണ്ടാണ്. ഒരു കുറച്ചൊക്കെ ആകാം. അൺനെസസറി ചുമ്മാ തല്ലുകൂടുമ്പം ഒരാൾക്കും അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ആണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.